ഇന്ത്യ ഇംഗ്ലണ്ട് 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ രോഹിത് ശർമ്മയും സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും യശസ്വി ജയ്സ്വാളും സെഞ്ചുറി നേടിയിരുന്നു. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെഞ്ചുറി നേടുന്നത്. ഇതിനു മുമ്പ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെഞ്ചുറി നേടിയത് 2018-ലായിരുന്നു. അന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ വിരാട് കോഹ്ലി, പൃഥ്വി ഷാ, ജഡേജ എന്നിവരാണ് ഇന്ത്യയ്ക്ക് സെഞ്ചുറി നേടിയത്. 154 പന്തിൽ 134 റൺസ് നേടിയായിരുന്നു പൃഥ്വി ഷായുടെ സെഞ്ചുറി പ്രകടനം. 19 ഫോറുകളാണ് ഇന്ത്യൻ താരത്തിലെ ബാറ്റിൽ നിന്ന് പിറന്നത്. ആ മത്സരത്തിൽ കോഹ്ലിയുടേതായിരുന്നു മറ്റൊരു സെഞ്ചുറി. 230 പന്തിൽ 139 റൺസായിരുന്നു കോഹ്ലി നേടിയത്. 10 ഫോറുകളാണ് ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ അടിച്ചുകൂട്ടിയത്. ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയായിരുന്നു സെഞ്ചുറി നേടിയ മൂന്നാം താരം. 132 പന്തിൽ പുറത്താകാതെ 100 റൺസ് ആയിരുന്നു ജഡേജ നേടിയത്. 5 ഫോറുകളും ജഡേജയുടെ ബാറ്റിൽ നിന്ന് പിറന്നു. മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നിംഗ്സിനും 272 റൺസിനുമായിരുന്നു ഇന്ത്യയുടെ ജയം. അതേസമയം മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് സെഞ്ചുറി നേടിയത്. 196 പന്തിൽ 131 റൺസ് നേടിക്കൊണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ പ്രകടനം. 14 ഫോറുകളും 3 സിക്സുകളുമാണ് ഇന്ത്യൻ നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. 225 പന്തിൽ നിന്നും 112 റൺസ് നേടിയായിരുന്നു ജഡേജയുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 9 ഫോറുകളും 2 സിക്സുമാണ് ജഡേജ നേടിയത്. മത്സരത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ യുവതാരം യശസ്വി ജയ്സ്വാൾ 133 പന്തിൽ 104 റൺസ് നേടി മികച്ച പ്രകടനം നടത്തി. 9 ഫോറുകളും 5 സിക്സുകളുമാണ് ജയ്സ്വാളിന്റെ ബാറ്റിൽ നിന്നും പിറന്നത്.